ഹായ് ഫ്രണ്ട്സ്, റിനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ റിനൂസ് കിച്ചണിൽ എത്തിയിരിക്കുന്നത് നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അത് പറയുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഗോബി മഞ്ചൂരിയൻ. അത് ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് കോളിഫ്ലവർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കോളിഫ്ലവർ നല്ലതായിട്ട് കട്ട് ചെയ്തിട്ട് നല്ല ചൂടുവെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് ആ വെള്ളത്തിലേക്ക് നമുക്ക് അരിഞ്ഞ കോളിഫ്ലവർ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടത് ഒരു 10-15 മിനിറ്റ് മൂടി വയ്ക്കുക. കാരണം അതിൽ ചെറിയ പുഴുവൊക്കെ ഉണ്ടാവാറുണ്ട് സാധാരണ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന കോളിഫ്ലവറിൽ. സാധാരണ പച്ചവെള്ളത്തിൽ കഴുകി കഴിഞ്ഞാൽ നമുക്കത് അത്രയും അങ്ങ് വൃത്തിയാവില്ല. അപ്പോൾ ചൂടുവെള്ളത്തിൽ നമ്മൾ ഇട്ട് വെച്ചിരിക്കുക. അതിനുശേഷം ഒരു 10-15 മിനിറ്റിന് ശേഷം നമുക്ക് അത് തുറന്നിട്ട് അതിൽ നിന്ന് നന്നായിട്ട് കഴുകി വാരിയെടുത്തതിന് ശേഷം നമുക്ക് സാധാരണ നമ്മുടെ തണുത്ത വെള്ളത്തിൽ നമ്മൾ കഴുകി നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്ത് ഒരു സ്റ്റെയിനറിൽ വെള്ളം വാലാനായിട്ട് നമുക്ക് വെക്കുക. അതിനുശേഷം നമുക്കൊരു പാത്രം എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഒരു കോഴിമുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കോൺഫ്ലവറും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ആ ബീറ്റ് ചെയ്തതിൽ കോളിഫ്ലവർ മുക്കിയിട്ട് എണ്ണയിൽ അത് പൊരിച്ചെടുത്ത കോളിഫ്ലവർ അവിടെ മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മളൊരു ചീനച്ചട്ടി അടപ്പത്തേക്ക് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അതിലേക്ക് സവാള അരിഞ്ഞത് ചേർക്കുക. സവാള അരിയുമ്പോൾ അത് ക്യൂബായിട്ട് അരിയുക. അപ്പോൾ ആ ക്യൂബായിട്ട് അരിഞ്ഞ സവാള ആദ്യം ചേർക്കുക. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി അരച്ചത് ചേർക്കുക. അതിനുശേഷം പച്ചമുളക് അധികം പൊളിച്ച പച്ചമുളക് നമുക്ക് ചേർക്കാം. കൂടെ നമ്മൾ കറിവേപ്പിലയും കൂടി നമുക്ക് ചേർക്കാം. എന്നിട്ട് നമുക്കത് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്നും മൊരിയണ്ട, ഒരുമാതിരി വഴന്നു വന്നാൽ മതി. അതിലേക്ക് ഒരു ക്യാപ്സിക്കം അരിഞ്ഞതും, ക്യാപ്സിക്കം നമുക്ക് ക്യൂബായിട്ടാണ് കേട്ടോ അരിയേണ്ടത്. അപ്പൊ ക്യൂബായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കവും കൂടെ ടൊമാറ്റോ സോസും കുറച്ച് ഷുഗറും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് നമുക്ക് വഴറ്റാം. അത് വഴന്നു വരുമ്പോൾ നമ്മൾ ഈ പൊരിച്ചു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. കൂടെ നമ്മൾ 1 കപ്പ് വെള്ളത്തിൽ നമ്മൾ കോൺഫ്ലവർ കലക്കിയിട്ട് നമുക്ക് ഈ ചീനച്ചട്ടിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം കോൺഫ്ലവർ ചേർക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേവി നമുക്ക് തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ ചേർത്ത വെള്ളം നമ്മൾ ഒഴിക്കുന്നത്. എന്നിട്ട് നമുക്ക് എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് നമുക്കൊരു 5 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം നമ്മൾ ഇത് തുറന്നു നോക്കുമ്പോൾ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ കറി നമുക്ക് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. അതിനുശേഷം ഇത് ഗാർണിഷ് ചെയ്യാനായിട്ട് നമുക്ക് സെലറിയും മല്ലിയിലയും കൂടിയിട്ട് നമുക്കിതിന്റെ മുകളിൽ തൂകാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ട്രൈ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കാണുന്ന കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിന്റെ എല്ലാം കറക്റ്റ് അളവുകൾ ഞാൻ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് നോക്കണം. കറക്റ്റ് അളവുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് റിനൂസ് കിച്ചണിൽ വീണ്ടും കാണാം.